ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഫോട്ടോസ് അതുപോലെ റീൽസൊക്കെ നമ്മൾ മ്യൂസിക് ആഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ ആ ട്രിക്ക് എന്താണെന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അല്ല, ഇനി നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ നമ്മൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോസിലേക്ക് പോയാലോ. ഓക്കെ, അപ്പോൾ ഇനി നേരെ നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു പ്ലസ് എന്ന ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫേസ്ബുക്കിൽ സ്റ്റോറി ആണോ അതേപോലെ റീൽസ് ആണോ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് നമ്മൾ റീൽസ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിലൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും റൈറ്റ് സൈഡിൽ മുകൾ ഭാഗത്തായിട്ട് ഓഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. എന്നതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്നതിന് ശേഷം നമുക്ക് ഏറ്റവും താഴെയായിട്ട് ആഡ് മ്യൂസിക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. അപ്പം ഈ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ഒഫീഷ്യലായിട്ട് നമുക്ക് ലൈസൻസോട് കൂടിയിട്ട് നമുക്ക് യൂസേഴ്സിന് വേണ്ടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ 2 തരം മ്യൂസിക്കാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ആ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് നോർമൽ മ്യൂസിക്കാണ്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ അല്ലെങ്കിൽ നമുക്ക് റോയാലിറ്റി ഫ്രീ എന്ന് എഴുതിയ ആ ഒരു ചെറിയ ലേബലോട് കൂടിയിട്ടുള്ള മ്യൂസിക്കുകൾ ഉപയോഗിച്ച് നമ്മൾ റീൽസിനോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസിനോ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് കോപ്പിറൈറ്റിൻ്റെതായ ഒരു ഇഷ്യൂ നമുക്ക് വരുന്നതല്ല. അല്ലാതെ നമ്മൾ നോർമൽ മ്യൂസിക് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കോപ്പിറൈറ്റ് ക്ലെയിം വരാനും അതുപോലെ നമുക്ക് വീഡിയോസ് മ്യൂട്ട് ആവാനും അതുപോലെ നമ്മുടെ മോണിറ്റൈസേഷൻ തടയാനും ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഈ റോയാലിറ്റി ഫ്രീ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ആ ഒരു മ്യൂസിക് ഒന്ന് സെലക്ട് ചെയ്യണം. ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ആഡ് ടൈറ്റിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ അതുപോലെ ലൊക്കേഷൻ അതുപോലെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ ഈ താഴെ കാണുന്ന ഷെയർ നൗ എന്ന് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്ന ആ ഒരു പ്ലസ് ഐക്കൺ നമ്മളൊന്ന് സെലക്ട് ചെയ്യണം. വീണ്ടും നമ്മൾ താഴെ കാണുന്ന സ്റ്റോറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം നമുക്ക് സ്റ്റോറിക്ക് ഇപ്പോൾ ഫോട്ടോസോ വീഡിയോസോ എന്താണ് വേണ്ടത് അത് നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. ഉദാഹരണമായിട്ട് ഞാൻ ഒരു ഫോട്ടോസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫോട്ടോസ് സെലക്ട് ചെയ്തു. മ്യൂസിക് വന്നായിട്ട് അപ്പോൾ ഇനി അങ്ങനെയല്ല, നമുക്ക് ആ മ്യൂസിക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റൈറ്റ് സൈഡ് ഒരു മൂന്നാമത്തെ ഓപ്ഷനായിട്ട് നമുക്ക് മ്യൂസിക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മളൊന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റോയാലിറ്റി ഫ്രീ എന്ന ലേബലോട് കൂടിയുള്ള മ്യൂസിക് നമ്മൾ കുറച്ച് താഴ്ത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ഏത് മ്യൂസിക്കാണോ വേണ്ടത് മ്യൂസിക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓക്കെ. അപ്പോൾ ഇനി ബാക്കിയൊക്കെ നമ്മൾ ഈ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വീഡിയോസിനെ കുറിച്ചാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സ് അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഒരു ഊർജ്ജം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.